സംഘിക്കുട്ടന്മാർക്ക് നരേന്ദ്രമോദി ഇപ്പോഴും ദൈവമായിരിക്കാം. പക്ഷേ ഈ രാജ്യത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് നരേന്ദ്രമോദി എന്നാൽ കോമാളി വേഷം കെട്ടിയാടുന്ന, വർഗീയ വിഷം ചീറ്റുന്ന വെറുമൊരു മൂന്നാം കിട രാഷ്ട്രീയക്കാരൻ മാത്രമാണ്. ഉളുപ്പില്ലായ്മയുടെ പര്യായ പദമാണ്. ആ ഉളുപ്പില്ലായ്മ അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തിയതിൻ്റെ ഉദാഹരണമാണ് കർണാടകയിൽ നരേന്ദ്രമോദി നടത്തിയ പ്രസംഗങ്ങളിൽ ഈ രാജ്യം കണ്ടത്. പെൺകുട്ടികളെ സംരക്ഷിക്കണമെങ്കിൽ നരേന്ദ്രമോദി തന്നെ അധികാരത്തിലിരിക്കണമത്രേ. എവിടെയാണ് നരേന്ദ്രമോദി ഇത് പ്രസംഗിക്കുന്നത്? കർണാടകയിലെ ബെല്ലാരിയിൽ. ആ ബെല്ലാരിക്ക് കിലോമീറ്ററുകൾ മാത്രം അപ്പുറത്ത് ഹസൻ എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലത്തിലെ നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥി പ്രജ്വൽ രേവണ്ണ 2976 തുണ്ട് വീഡിയോകളാണ് ആ പ്രജ്വൽ രേവണ്ണയുടേതായി ഹസനിലാകെ പ്രചരിച്ചത്. കർണാടക സർക്കാർ അയാളുടെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു. അറസ്റ്റ് പേടിച്ച് പ്രജ്വൽ രേവണ്ണ ഇതേ മോദിയുടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ സഹായത്തോടു കൂടി ജർമ്മനിയിലേക്ക് ഒളിച്ചോടിയിരിക്കുന്നു. ആ സംഭവം നടക്കുന്ന ദിവസം തന്നെ വന്നു നിന്ന് പെൺകുട്ടികളെ സംരക്ഷിക്കണമെങ്കിൽ നരേന്ദ്രമോദി തന്നെ അധികാരത്തിലിരിക്കണമെന്ന് പറയാൻ ചില്ലറ ഉളുപ്പൊന്നും പോരാ. നിരവധി പരാതികളാണ് പ്രജ്വൽ രേവണ്ണയ്ക്കും അദ്ദേഹത്തിൻ്റെ പിതാവ് MLA ആയ HD രേവണ്ണയ്ക്കുമെതിരെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. 2976 വീഡിയോ ക്ലിപ്പുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഈ പ്രജ്വൽ രേവണ്ണയുടെ ആ വീഡിയോ ക്ലിപ്പുകളെ കുറിച്ച് നേരത്തെ ഒരു വീഡിയോ വിശദമായി ചെയ്തിരുന്നതാണ്. ശരിക്കും കർണാടകയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള, ഈ ലോകം തന്നെ അന്തം വിട്ടു നിൽക്കുന്ന തരത്തിലുള്ള സ്ത്രീകൾക്കെതിരായിട്ടുള്ള പരാക്രമം നടത്തിയ ഒരാൾ ഈ നരേന്ദ്രമോദി ഒന്നാം ഘട്ടത്തിൽ പോയി വോട്ട് പിടിച്ചതാണ് ഈ പ്രജ്വൽ രേവണ്ണയ്ക്ക് വേണ്ടി. എന്നിട്ട് ഒരു ലജ്ജയുമില്ലാതെ അതേ നാട്ടുകാരുടെ മുന്നിൽ വന്നതെന്ന് പറയുകയാണ്, ഞാനുണ്ടെങ്കിലേ പെൺകുട്ടികളെ സംരക്ഷിക്കാൻ പറ്റൂ എന്ന്. അവിടെ ഒരു കോൺഗ്രസ് കൗൺസിലറുടെ മകളെ കോളേജിൽ വെച്ച് അവരുടെ പഴയ കാമുകൻ കൊലപ്പെടുത്തിയ സംഭവം ഉദ്ധരിച്ചാണ്, അതിനകത്തൊരു വർഗീയ നിറം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ BJP അതിനെ മുതലെടുക്കാൻ ശ്രമിക്കുന്നത്. കോൺഗ്രസ് ഭരിക്കുന്നത് കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന്. അവിടെ സംഭവിച്ചത് എന്താണ് എന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യർക്കൊക്കെ അറിയാവുന്നതാണ്. നമ്മുടെ നാട്ടിലൊക്കെയും അതുപോലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഒന്ന് മുസ്ലിമും ഒന്ന് ഹിന്ദുവുമായതുകൊണ്ട് അതിന് വർഗീയ നിറം നൽകാൻ BJP ശ്രമിക്കുന്നു. അത് നരേന്ദ്രമോദിയും ഏറ്റുപാടുന്നു. അത് അത്രയേ ഉള്ളൂ. അത് കർണാടകക്കാർക്ക് അറിയാവുന്നുള്ള കാര്യം. പെൺകുട്ടികളെ സംരക്ഷിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയാൻ ഈ മനുഷ്യൻ എന്ത് അർഹത? ഇന്ത്യയുടെ അഭിമാനമായ വനിതാ ഗുസ്തി താരങ്ങളെ തെരുവിലേക്ക് വരെ വലിച്ചിഴച്ചില്ലേ ഈ നരേന്ദ്രമോദി? എന്നിട്ട് അവർക്കെതിരെ അതിക്രമം കാട്ടിയ മഹാനെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ വരെ സ്വീകരിച്ച് ആനയിച്ചിരുത്തിയില്ലേ ഈ നരേന്ദ്രമോദി? അദ്ദേഹത്തിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ ഈ നരേന്ദ്രമോദിക്ക് സാധിച്ചായിരുന്നോ? ഒരു ലേശമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ആ മണിപ്പൂരിലെ പെൺകുട്ടികളുടെ മുഖമെങ്കിലും നരേന്ദ്രമോദി ഓർക്കണ്ടേ ഇതൊക്കെ വിളിച്ചു പറയുമ്പോൾ? ഈ രാജ്യത്തിന് ഞെട്ടലോടെ അല്ലാതെ ആ സംഭവം ഓർക്കാനാകുമോ? ഒന്നുകൂടി അത് നോക്കാൻ പോലും മനസ്സില്ലാത്ത മനുഷ്യരാണ് നമ്മളൊക്കെ. അങ്ങനെ ഒന്ന് സംഭവിക്കരുതേ ഇനി ഒരിക്കലും എന്ന് നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർ. അത്തരമൊരു സാഹചര്യത്തിന് പോലും കളമൊരുക്കിയ ഒരു ഭരണാധികാരി കർണാടകയിൽ. അവിടുത്തെ മനുഷ്യർ ഇപ്പോൾ ദിവസവും പത്രത്തിലും TV-യിലുമൊക്കെ വായിച്ചു കൊണ്ടിരിക്കുന്ന വാർത്ത, നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥി സ്ത്രീകളെ പീഡിപ്പിച്ചു എന്നതാണ്. അതിൻ്റെ വീഡിയോ ക്ലിപ്പുകൾ പുറത്തു വന്നത് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നമുക്കതൊന്നും ഇതിനകത്ത് കാണിക്കാൻ പറ്റില്ല. അങ്ങനെ അത്യധികം മോശമായ സാഹചര്യത്തിലൂടെ NDAയുടെ ഒരു സ്ഥാനാർത്ഥി കടന്നു പോകുമ്പോൾ അയാളെ അറസ്റ്റ് ഭയന്ന് ഇവിടെ നിന്ന് കടത്താനായി HD ദേവഗൗഡയുടെ ചെറുമോനാണ് ശ്രമം നടത്തിയപ്പോൾ അതിന് പിന്തുണ കൊടുത്ത് അയാൾക്ക് ഫ്രാങ്ക്ഫർട്ടിലേക്ക് പറക്കാൻ സൗകര്യമൊരുക്കി കൊടുത്ത അതേ ഭരണകൂടം നിർലജ്ജം കർണാടകക്കാരുടെ മുന്നിൽ വന്നതെന്ന് ഗീർവാണമടിക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് ഉളുപ്പില്ലായ്മയുടെ പര്യായ പദമാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത്. എന്തും വിളിച്ചു പറഞ്ഞു കളയും. അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയ്ക്ക് എന്തൊക്കെയോ കാര്യമായ ഭയപ്പാടുകൾ കൊണ്ടുള്ള വിഭ്രാന്തി സംഭവിച്ചിട്ടുണ്ട്. തോറ്റുപോകുമെന്നുള്ള ഭയത്തിൽ നിന്ന് എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ്. സ്വന്തം മുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥി സ്ത്രീകളെ വീടാന്തരം കയറി മോശമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ട് അയാൾക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാതെ ആ സ്ഥാനാർത്ഥിക്കെതിരെ, പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ BJPയുടെ അവിടുത്തെ പ്രാദേശിക നേതാവ്, നിയമസഭയിലേക്ക് മത്സരിച്ച് തോറ്റയാൾ,
BJPയുടെ സംസ്ഥാന അധ്യക്ഷന് കഴിഞ്ഞ ഡിസംബറിൽ തന്നെ കത്തെഴുതിയിരുന്നു അയാൾ കുഴപ്പക്കാരനാണ്, സ്ഥാനാർത്ഥിയാക്കാൻ ഒരു കാരണവശാലും പിന്തുണ നൽകരുത് എന്ന്. എന്നിട്ടും അത് കേൾക്കാതെ അധികാരത്തിന് വേണ്ടി ഏത് സെയ്ത്താനെയും കൂട്ടുപിടിക്കാമെന്നുള്ള ചിന്താഗതിയോടെ അയാളെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാക്കി. എന്നിട്ട് അയാൾക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ പോയി. എന്നിട്ട് ഒരു സങ്കോചവുമില്ലാതെ അതേ കർണാടകക്കാരുടെ മുന്നിൽ വന്നു നിന്ന് ഞാനുണ്ടെങ്കിലേ പെൺകുട്ടികളെ സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ ഈ നാട് മണിപ്പൂരിനെ കുറിച്ച് ഓർക്കും, ഈ നാട് വനിതാ ഗുസ്തി താരങ്ങളുടെ നിസ്സഹായാവസ്ഥയെക്കുറിച്ച് ഓർക്കും. 2976 തുണ്ട് വീഡിയോകളുടെ ഉടമയായ കർണാടകയിലെ NDA സ്ഥാനാർത്ഥിയെ നരേന്ദ്രമോദി ഏത് വാഷിംഗ് മെഷീനിലിട്ട് അലക്കിയെടുത്ത് വെളുപ്പിക്കും? അഴിമതിക്കാരെയൊക്കെ മോദി അങ്ങനെ വെളുപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ സ്ത്രീകൾക്കെതിരായി ഇത്തരത്തിലുള്ള മോശം പ്രവൃത്തി കാട്ടുന്ന ആളുകൾ, അതും തെളിവുകളായി 2976 ക്ലിപ്പുകളായി BJPക്കാരുടെയും കോൺഗ്രസ്സുകാരുടെയും ഒക്കെ കയ്യിലുള്ള ഒരു സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയെ BJPയും നരേന്ദ്രമോദിയും എങ്ങനെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കും? കർണാടക ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം അതാണ്. ബേട്ടി പഠാവോ ബേട്ടി ബചാവോ. സംഘികളുടെ കർണാടകയിലെ തലതൊട്ടപ്പനായ നേതാവ് യെദ്യൂരപ്പ തന്നെ ഒരു പെൺകുട്ടിയോട് മോശമായി പെരുമാറിയതിൻ്റെ പേരിൽ ആരോപണ വിധേയനായി ഒരു വശത്ത് നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് മുതിർന്ന നേതാവല്ലേ എന്ന് കരുതി കർണാടകയിലെ സർക്കാരും മിണ്ടാതിരിക്കുന്നു. അതിനിടയിലാണ് മുൻ പ്രധാനമന്ത്രി ദേവഗൌഡയുടെ ചെറുമകൻ പ്രജ്വൽ രേവണ്ണ, ഹസനിലെ NDA സ്ഥാനാർത്ഥി. നരേന്ദ്രമോദിയൊക്കെ പോയി പ്രജ്വൽ രേവണ്ണയ്ക്ക് വേണ്ടി വോട്ട് ചോദിച്ചിട്ടുണ്ട്. ആ പ്രജ്വൽ രേവണ്ണയുടെ അശ്ലീല ദൃശ്യങ്ങളടങ്ങിയ വീഡിയോ ക്ലിപ്പുകൾ ഒന്നൊന്നായി പുറത്തു വരുന്നത് അത് 2976 ഉണ്ടെന്നാണ് പറയുന്നത്. ഈ പുറത്തു വന്ന പല വീഡിയോ ക്ലിപ്പുകളുടെയും ചെറിയ സ്ക്രീൻഷോട്ടുകളൊക്കെ പ്രചരിക്കുമ്പോൾ അത് പല സ്ത്രീകളുമായിട്ടുള്ളതാണ്. ഇത് തന്നെയായിരുന്നു ആശാന്റെ പരിപാടി എന്ന് തോന്നുന്നു. എന്തൊരു നാണക്കേടാണ്! ഇപ്പോൾ മോദിയുടെ ഗ്യാരണ്ടിയുടെ ഭാഗമായി കർണാടകയിലെ സംഘിക്കുട്ടന്മാർക്ക് കുത്തിയിരുന്ന് കണ്ടു തീർക്കാനുള്ള ഒരു വകുപ്പായി. അല്ലാതെന്ത് പറയാനാണ്? ഇവരൊക്കെ പ്രസംഗിക്കും, വലിയ ആദർശം വിളമ്പും, പക്ഷേ കാട്ടിക്കൂട്ടുന്നതെല്ലാം അതിന് നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ. എന്നിട്ട് ഞങ്ങൾ പരിശുദ്ധന്മാരാണ് എന്ന് പറയും. BJPയുടെ സിറ്റിംഗ് MPമാർ തന്നെ ഇവിടുത്തെ ദേശീയ കായിക താരങ്ങളോട് കാട്ടിയിട്ടുള്ള മോശം പ്രവൃത്തി എന്താണ് എന്നുള്ളത് ഈ രാജ്യം കുറേ നാൾ ചർച്ച ചെയ്തതാണ്. അതിനുവേണ്ടി മോദിയുടെ മുന്നിൽ നീതിക്ക് വേണ്ടി യാചിച്ചിട്ടും അവർക്കത് കിട്ടാത്ത സ്ഥിതിവിശേഷമുണ്ടായത് ഈ രാജ്യം കണ്ടതാണ്. അതുകൊണ്ട് അത്തരക്കാരെ ഇവർ സംരക്ഷിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ഏത് വിധേനയും അധികാരം നിലനിർത്തിയാൽ മതി, ഒരു സീറ്റ് കിട്ടിയാൽ മതി.